Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ശാലോം ടെലിവിഷൻ ചാനലിലൂടെ നമ്മളിപ്പോൾ ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. റോസറി വാർ, ജപമാല യുദ്ധത്തിലാണ് നമ്മൾ. സാത്താനെതിരെയാണ് യുദ്ധം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ സഭയെ തകർക്കാൻ, കുടുംബത്തെ തകർക്കാൻ, വ്യക്തിബന്ധങ്ങളെ തകർക്കാൻ, ലോക സമാധാനം തകർക്കാൻ സാത്താൻ അത്യുധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ തിരുസഭയുടെ മക്കള് സാത്താനെ തോൽപ്പിക്കുവാൻ 50 ലക്ഷത്തോളം ജപമാലകളാണ് ശാലോം ടെലിവിഷനിലൂടെ ഒരുമിച്ച് നമ്മൾ ചൊല്ലി തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ ദൈവം അധികാരം കൊടുത്തതാണ്. നമുക്കറിയാം, അവളുടെ സന്തതി വഴി നിന്റെ തല തകർക്കുമെന്നാണ് ഹവ്വായോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തത്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ, ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ സാത്താനെ തകർക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നമ്മളും ആ കൃപയിൽ പങ്കുകാരാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു റോസറി വാറിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ പൈശാചികമായ ശക്തികളുടെ സ്വാധീനങ്ങൾ, എത്ര ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാനാവാത്ത തഴക്കദോഷങ്ങൾ, ദുശീല സ്വഭാവങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിച്ചാൽ തകർക്കപ്പെടും എന്നുള്ളത് സംശയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അവൻ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിലൊരു ദുശീലമുണ്ട്. ഞാൻ സ്വയംഭോഗം എന്ന പാപത്തിൻ്റെ ബന്ധനത്തിലാണ്. അതിൻ്റെ കാരണം എനിക്ക് ചീത്ത ചിത്രങ്ങളുടെ അടിമത്തമാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതം ഒത്തിരിയേറെ, അവൻ പറഞ്ഞു, ബാക്കി ഒത്തിരി ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാനോട് ചോദിച്ചു, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടോ? അവൻ പറഞ്ഞു, പണ്ടൊക്കെ കൊച്ചുനാളിൽ ഒത്തിരി ചെല്ലുമായിരുന്നു, ഇപ്പോൾ എനിക്ക് ചെല്ലാനായിട്ട് സാധിക്കാറില്ല, ഞാൻ ചെല്ലാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് ഒരെണ്ണം പോലും ചെല്ലാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ ഒരു നിയോഗം വെച്ച് ആദ്യം ഒരു 10 എണ്ണം ചൊല്ലി തുടങ്ങ്, പിന്നീട് ഒരു 10 എണ്ണം ചെല്ല്. അങ്ങനെ ഒരു ദിവസം പല സമയത്തായിട്ട് നീ 10 നന്മറിഞ്ഞറിയും ചൊല്ലി ഒരു രഹസ്യം പൂർത്തിയാക്ക്. പിന്നീട് നീ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നീ തുടർന്ന് ഒരു 21 ദിവസം പറ്റുമെങ്കിൽ 5 ജപമാല വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ച് നീ പ്രാർത്ഥിക്കുക. അതെന്ന് നിനക്ക് ചെല്ലാൻ പറ്റുന്നോ അതിനുള്ളിൽ ദൈവം നീ ദുശീല സ്വഭാവം എടുത്തു മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പിന്നീട് അവനെ കണ്ടത് ഏകദേശം 6 മാസത്തിന് ശേഷമാണ്. അവനോട് വന്ന് പറഞ്ഞാച്ചാ, ആദ്യകാലങ്ങളിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ പിന്നീട് എനിക്കത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റി. അത് ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 3 മാസമായിട്ട് എനിക്ക് അങ്ങോട്ട് ചിന്ത പോലും എൻ്റെ ഹൃദയത്തിലില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദുശീല സ്വഭാവങ്ങളും തഴക്കദോഷങ്ങളൊക്കെ എടുത്തു മാറ്റി നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് കരങ്ങൾ ഒന്ന് ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇതാ ഒരുക്കിയിരിക്കുന്നു. ആത്മാവിനെ അയക്കണമേ. അകതാലൊരിതാ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വലിയ കൃപകൾ നിറയട്ടെ, കുടുംബത്തിന്മേൽ വലിയ ശക്തി വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഓ പരിശുദ്ധാത്മാവേ, ആത്മാവിനെ അയക്കേണമേ. അകതാരിത ഒരുങ്ങി വൻകൃപകൾ ചൊരിയണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. വൻകൃപകൾ ചൊരിയണമേ. വൻകൃപകൾ ചൊരിയണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ.
ചെയ്യണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം. സകല വിശുദ്ധരുടെയും പ്രത്യേക സംരക്ഷണം ചോദിക്കാം. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഓരോ കുടുംബത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഉറക്കെ ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുക്കാം. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൂക്ക 1:47. പരിശുദ്ധ അമ്മ രക്ഷകനിൽ ആനന്ദിച്ച വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ കാണുകയാണ്. ഇതാ എൻ്റെ ചിത്തം രക്ഷകനിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന കാര്യമാണോ? ചിലർ പറയും പറ്റില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:4 പറയുന്നത് ഇങ്ങനെയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് അഗെയിൻ ഐ സേ, കർത്താവിൽ ആനന്ദിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുവിൻ. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, എൻ്റെ സഹോദരരെ, നിങ്ങൾ നമ്മുടെ കർത്താവിൽ ആനന്ദിക്കുവിൻ. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. അതായത് ഓരോ സ്ത്രീ പറയാം, എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. ഇത് വീണ്ടും വീണ്ടും എഴുതാൻ എനിക്കൊരു മടുപ്പുമില്ല. വീണ്ടും 1 തെസ്സലോനിയൻസിൻ്റെ 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നതെന്ന് അറിയാമോ? 2-3 കാര്യങ്ങളുണ്ട്. 1, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. 2, ഇടവിടാതെ പ്രാർത്ഥിക്കുക. 3, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. ഇതായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. എങ്കിലും നമുക്കറിയാം നമ്മുടെ ജീവിതം ദുഃഖ സമ്പൂർണ്ണമാണ്, സമ്മിശ്രമാണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ദുഃഖിതരാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമുക്ക് രക്ഷകനിൽ ആനന്ദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളിന്ന് സന്തോഷിക്കുന്നത് നമുക്ക് കിട്ടുന്ന സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ, വലിയ ബാങ്ക് ബാലൻസിൽ, ആഡംബര കാറിൽ, രമ്യഹർമ്മങ്ങളിൽ, ഇങ്ങനെ പലതും ഭൗതികമായ പലതിലും നമ്മൾ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ഭൗതികമായ കാര്യത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ നമുക്ക് ദുഃഖം കയറി വരും. പറഞ്ഞേ ഹല്ലേലൂയ. ബാങ്ക് ബാലൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ആ ബാങ്ക് ബാലൻസ് പെട്ടെന്ന് ബിസിനസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ദുഃഖം കയറി വരും. കാരണം അവൻ്റെ ഹൃദയം മുഴുവൻ ഈ പണത്തിലാണ് സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാരോഗ്യത്തെക്കുറിച്ച് ഒത്തിരി അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2 രോഗം വന്ന പോലെ, രോഗം പിടിച്ചു, ആകപ്പാടെ ശരീരം തളർന്നു, ഒരു കൊറോണ പിടിച്ചു, പ്രിയപ്പെട്ടവരെ ആരോഗ്യസ്ഥിതി വഷളായി, വല്ലാതെ ബുദ്ധിമുട്ടായി, അവൻ്റെ സന്തോഷം പോയി. എന്നാൽ നിനക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റണോ? രക്ഷകനിൽ ആനന്ദിക്കാൻ പറ്റണോ? നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു നന്മ നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികൂലങ്ങളുടെ നടുവിലും രക്ഷകനിൽ ആനന്ദിക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഇന്ന് പറയുകയാണ്, മക്കളെ, നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, ഭൗതികമായ നേട്ടങ്ങളൊക്കെ ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ഭൗതിക കാര്യങ്ങളാണ് പറയാനുള്ളത്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, മക്കളുടെ വിവാഹ തടസ്സം, സ്ഥലം വിൽക്കാനും വാങ്ങാനുള്ള തടസ്സം, ഇതൊക്കെ മാറണം, ഇതൊക്കെ പ്രാർത്ഥിക്കണം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള വെറും നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു വിശ്വാസിയായി നീ ജീവിച്ചാൽ നിനക്കൊരിക്കലും ആത്മാർത്ഥമായ സന്തോഷം കിട്ടില്ല, ആനന്ദമുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 കൊറിന്ത്യൻസ് 15:19 പറയുകയാണ്, 1 Corinthians chapter 15 verse 19, ഈ ലോകത്തിലുള്ളവയ്ക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണ് നാം എങ്കിൽ നാം മറ്റെല്ലാവരെയും കൂടുതൽ നിർഭാഗ്യവാന്മാരാണ്. We are going to be the most unlucky of all. എപ്പോ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയൊക്കെ ഈ ലോകത്തിലുള്ള സന്തോഷത്തിന് വേണ്ടിയാണോ, ഈ ലോകത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ, then we are going to be the most unlucky.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണിത്. അതായത് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടന്നെന്ന് വരില്ല. എങ്കിലും അതിൻ്റെ ഉള്ളിലും ദൈവഹിതം കണ്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനന്ദമെന്ന് പറയുന്നത് ലോകം വെച്ച് നീട്ടുന്ന എന്തെങ്കിലും അല്ല, വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ലോകം നൽകുന്ന ആനന്ദം, സന്തോഷം ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും. ഒരു നല്ല ഐസ്ക്രീം കഴിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ അതിന് ടേസ്റ്റ് പോയി കുറച്ച് കഴിഞ്ഞാൽ അത് തീർന്നു. അല്ലെങ്കിൽ നല്ലൊരു സൈറ്റ് സീയിങ്ങിന് പോയി സന്തോഷമായി, പിക്നിക്കിന് പോയി അടിച്ചു പൊളിച്ചു സന്തോഷമായി. പക്ഷേ 2 ദിവസം കഴിയുമ്പം ആ സന്തോഷം തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയാവോ? എൻ്റെ ഉള്ളത്തിൽ എൻ്റെ ഹൃത്തടം രക്ഷകനിൽ ആനന്ദിക്കണം. ലോകം തരുന്നതിലല്ല, ദൈവം വെച്ച് നീട്ടുന്ന ഭൗതിക നേട്ടങ്ങളിലല്ല, യേശുവിൽ ആനന്ദിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായി ഞാനും എൻ്റെ കുടുംബവും മാറുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാവും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു വചനം നമ്മൾ കാണുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ അതിന് 24 വചനം മുതലുള്ള വാക്യങ്ങളിലാണ്. ജോബ്, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 22 വേഴ്സ് 24 ആണ് ദ ഫോളോയിങ്. വചനം പറയുകയാണ്, വളരെ മനോഹരമായ വചനമാണ്. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിലെ നദിക്കരയിലെ കല്ലുകൾക്കിടയിൽ നിനക്ക് എറിയാൻ കഴിഞ്ഞാൽ സർവശക്തൻ നിനക്ക് വിലപ്പെട്ട സ്വർണവും വെള്ളിയുമായി തീരുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും അവിടത്തേക്ക് നേരെ മുഖമുയർത്തുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. സ്വർണത്തെ പൊടിയിലേക്ക് എറിയാൻ പറയാ. നമ്മൾ ആരെങ്കിലും എറിയോ? സ്വർണത്തിന് ഇപ്പോൾ എന്താ വില? ആരും അറിയില്ല. വചനം പറയുകയാണ്, സ്വർണത്തെ പൊടിയിലേക്ക് എറിയണം. ഓഫീർ പൊന്നെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിലപ്പെട്ടതാണ്. ഈ ഓഫീർ പൊന്നിനെ എങ്ങോട്ട് എറിയണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നദിക്കരയിലെ കല്ലുകൾക്കിടയിലേക്ക്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെക്കാൾ ഉപരി സ്വർണമായി, ഓഫീർ പൊന്നായി എന്തിന് വില കൊടുത്തിട്ടുണ്ടോ? നിന്റെ ജോലിയായിരിക്കാം, നിന്റെ ജീവിത പങ്കാളിയായിരിക്കാം, നിന്റെ കുടുംബ ബന്ധങ്ങളായിരിക്കാം, നിന്റെ മൊബൈൽ ഫോണായിരിക്കാം, നിന്റെ ഏറ്റവും നല്ല ആഡംബര കാറോ ബൈക്കോ ആയിരിക്കാം. നീ ദൈവത്തെക്കാൾ ഉപരി നിനക്ക് ഒന്നാം സ്ഥാനം എന്ത് കൊടുത്തിട്ടുണ്ടോ അതിനെ നീ അങ്ങോട്ട് മാറ്റിവെക്ക്, അതിനെ വലിച്ചെറിയ്. നിന്റെ ഹൃദയം അതിലാണ് കാനത കൊള്ളുന്നെങ്കിൽ അത് എടുത്തു മാറ്റിയിട്ട് സർവശക്തൻ നിന്റെ ഹൃദയത്തിൽ വിലപ്പെട്ട സ്വർണവും വെള്ളിയുമായിട്ട് മാറട്ടെ. അപ്പോൾ നീ സർവശക്തനിൽ ആനന്ദിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പൊന്നുമക്കളെ, ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ, എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കാൻ പറ്റണമെങ്കിൽ നിന്റെ ഉള്ളിൽ ആത്മാവ് നിറയണം, പരിശുദ്ധാത്മാവ് നിറയണം. സർവശക്തൻ നിന്റെ ആനന്ദ വിഷയമായിട്ട് മാറണം. ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 22 എന്നുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുകയാണ്, സങ്കീർത്തനം 73:28 ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകൻ പറയാണ്, ഈ ലോകത്തിൽ എനിക്കൊരാനന്ദമുള്ളത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആനന്ദം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല 119-ാം സങ്കീർത്തനത്തിൽ വചനം പറയാണ്, അതിൻ്റെ 9-ാം വാക്യം, അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമല്ലായിരുന്നുവെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം, ദൈവവചനം യേശു തന്നെയാണ്. അങ്ങയുടെ വചനം, അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദത്തിൻ്റെ കാരണമല്ലായിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ നശിച്ചു പോകുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇതാ സമാധാനം തരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇതാ സന്തോഷം തരുന്നു. പക്ഷേ ഈ ലോകം തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സന്തോഷമല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ പോകും. ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ആ പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷമുണ്ടല്ലോ, ആ സമാധാനം ഉണ്ടല്ലോ, അത് ആർക്കും നിങ്ങൾ എടുത്തു മാറ്റാനായിട്ട് സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുക, ആനന്ദം നിറയട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കർത്താവേ, ദൈവത്തിൽ ആനന്ദിക്കാൻ തക്കത് ഞങ്ങളെ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സാത്താൻ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഭയങ്കര ദേഷ്യം എന്നറിയാവോ? അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ എത്ര കഠിന പാപിയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചാൽ പരിശുദ്ധ അമ്മ ആ വ്യക്തിയെ സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ളതൊരു സംശയമില്ല. ഇത് സാത്താന് വളരെ ഉറപ്പുള്ള കാര്യമാണ്.
അതുകൊണ്ടാണ് പാപികളുടെ നാശം ആഗ്രഹിക്കുന്ന സാത്താൻ എപ്പോഴും ജപമാല ചെല്ലാതിരിക്കാൻ തക്കവിധം ഒരു ദൈവ പൈതലിനെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ബന്ധിച്ചിടുകയും ചെയ്യുന്നത്. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നീ ചോദിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് നിന്റെ മേൽ സ്വാധീനമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി എത്രയോ അപ്പനമ്മമാര് രാപകലില്ലാതെ ജപമാല ചൊല്ലി കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് സഭയിൽ വിശുദ്ധന്മാര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉണ്ടായിട്ടുള്ളത്. എത്രയോ മാനസാന്തരങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയിൽ നമ്മൾ ഒരു വിശുദ്ധയെക്കുറിച്ച് പറയുന്നത് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ചാണ്. സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ മനോഹരമാണ് ആ വിശുദ്ധയുടെ ജീവചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. എങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയം ആ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വലിയൊരു അത്ഭുതം കൊടുത്ത് ആ മകളെ വിശുദ്ധിയാക്കി മാറ്റിയത്. ഈജിപ്തിൽ ജനിച്ച ഈ മറിയം എന്ന് പറയുന്ന ഈ പെൺകുട്ടി 12ാമത്തെ വയസ്സിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ വീട് വിട്ട് ഒളിച്ചോടി പോവുകയാണ്. ഒളിച്ചോടി പോയിട്ട് 27 വർഷക്കാലം പ്രിയപ്പെട്ട പാപത്തിൻ്റെ പടുകുഴിയിലാണ് അവൾ ജീവിച്ചത്. അവൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരിണിയായിട്ട്, പച്ച മലയാളത്തിൽ വ്യഭിചാരിണിയായിട്ട് ജീവിച്ച ഒരു പെൺകുട്ടി 27 കൊല്ലം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇവിടെ ഉള്ളിൽ ഈ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പിശാച് കൊടുക്കുന്ന ഒരു വല്ലാത്ത ഒരു കാമാസക്തി എന്നൊക്കെ പറയുന്നത് പോലെ പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്തോ ഒരു വല്ലാത്തൊരു ആസക്തി തലേ കയറിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപം ചെയ്ത് നശിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ഇവൾക്ക് പിശാച് വേറൊരു പ്രേരണ കൊടുത്തു. നീ എന്ത് ചെയ്യണം? നീ വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് ചെല്ലണം. ജെറുസലേമിൽ ഒത്തിരിയേറെ എന്താ പറയുക, തീർത്ഥയാത്രകരൊക്കെ വരുമല്ലോ. അവരുമായിട്ട് പാപം ചെയ്ത് ആ ദേശത്തെ നശിപ്പിക്കാൻ പിശാച് പ്രേരണ കൊടുക്കുകയാണ്. അപ്പം ഇവള് ജീവിച്ചുകൊണ്ടിരുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണെന്നറിയോ? അവളുടെ ജോലി അവൾ തെണ്ടാൻ പോകും, അല്ലെങ്കിൽ ഭിക്ഷയാചിക്കാൻ പോകും, അല്ലെങ്കിൽ നൂൽക്കാൻ പോകും. അതുവഴിയാണ് അവൾക്ക് കാശുണ്ടാക്കുക. വേറെ ഒന്നിനും അവൾ പൈസ പോലും മേടിക്കാറില്ല. അങ്ങനെ പിശാചിന്റെ പ്രേരണ അനുസരിച്ച് പരിശുദ്ധ നഗരമായ ജെറുസലേമിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ അവൾ അവിടെ വരികയാണ്. എന്തിനാണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? അവിടെ വരുന്ന തീർത്ഥാടകരെ പാപത്തിലേക്ക് തള്ളിയിടാൻ പിശാച് ഇവളെ ഒരു ദൂതുമായിട്ട് കൊടുത്തു വിടുകയാണ്. ഇവൾ അവിടെ ചെന്നു യേശുവിൻ്റെ തിരുക്കല്ലറയുടെ ആ കാൽവരി കുന്നിൻ്റെ തിരുക്കല്ലറ അടുത്തേക്ക് ഇവൾ കയറാൻ വേണ്ടി തോന്നുമ്പോൾ ഇവൾക്ക് കയറാൻ പറ്റുന്നില്ല. എന്തോ വല്ലാത്തൊരു ശക്തി അവളെ തടഞ്ഞു നിർത്തുന്ന പോലെ അവൾക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾക്ക് ആകെപ്പാടെ അസ്വസ്ഥയായി. അവൾ ഇങ്ങനെ മുന്നോട്ട് പറ്റാത്ത രീതി ആരോ തടഞ്ഞു നിർത്തുന്നു. ഉള്ളോട്ട് കയറാൻ പറ്റുന്നില്ല. ഉടനെ അവൾ പുറത്ത് കിടന്നു അവൾ നിസ്സഹയായി നിൽക്കുമ്പോൾ ഇവളുടെ കണ്ണുകൾ പോയി അവളുടെ മിഴികളെ ഉടക്കിയത് അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു രൂപത്തിലേക്കാണ്. ഈ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കി അവരുടെ മിഴികൾ അമ്മയുടെ രൂപത്തിലെ മിഴികളുമായി കണ്ടുമുട്ടിയ ആ നിമിഷങ്ങളിൽ അറിയാതെ ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അനുതാപത്തിൻ്റെ വലിയൊരു അഭിഷേകം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പാപത്തിൽ ജീവിക്കാൻ വേണ്ടി കടന്നു വന്ന ഈ പെൺകുട്ടി അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞ് അവിടെ വെച്ച് തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇനി ഒരു വിശുദ്ധ ജീവിതത്തിന് ഞാൻ നടക്കും, ഞാൻ ഇനി ഒരിക്കലും ഈ പാപം ചെയ്യില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ തക്കവിധം ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹാർദ്രമായ ഒരു നോട്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മകളെ സ്പർശിച്ചു. പിന്നീട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവൾക്ക് ആ യേശുവിൻ്റെ തിരുക്കല്ലറയുടെ അവിടേക്ക് പ്രവേശിക്കാനായി സാധിച്ചു. അവൾ അത് കഴിഞ്ഞ് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി ആ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ അടുത്ത് വന്ന് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയോട് നന്ദി പറയാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അവൾ ഒരു സ്വരം കേൾക്കുകയാണ്, നീ ജോർദാൻ നദി കടന്ന് അക്കരെ പോയാൽ നീ സ്വർഗീയമായ വിശ്രമവും സ്വർഗീയമായ ആനന്ദവും അനുഭവിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ താഴേക്ക് ഇറങ്ങി വന്ന് ജോർദാൻ നദിയുടെ അവിടെ ഉണ്ടായിരുന്ന സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന മോണസ്ട്രിയിൽ പോയി അവൾ നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവൾ ജോർദാൻ നദി കടന്ന് ആ വലിയ മരുഭൂമിയിലേക്ക് കടന്നുപോയി. അവൾ ആകെ ഉണ്ടായിരുന്നത് 3 പീസ് ബ്രെഡായിരുന്നു അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് തീർന്നതിന് ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ അവിടെ ആ മരുഭൂമിയിൽ ജീവിച്ചത് മുഴുവൻ എങ്ങനെയാണെന്നറിയാവോ? ആ മരുഭൂമിയിൽ കിട്ടിയ എന്തെങ്കിലുമൊക്കെ കാട്ടുകിഴങ്ങളൊക്കെ തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. അവസാനം ഈ സഹോദരി ഒരു വിശുദ്ധയായിട്ട് പ്രിയപ്പെട്ട സഹോദരൻ മാറി. തങ്ങൾ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമായി ജീവിതം മുഴുവൻ ഒരു വിശുദ്ധ ജീവിത പ്രായശ്ചിത്തം പരിഹാരം ചെയ്ത് ആ ചുട്ടുപൊണ്ണുന്ന മണലാരണ്യത്തിൽ തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി മാത്രം സമർപ്പിച്ച് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ഈ കത്തോലിക്ക സഭയിലുള്ള വിശുദ്ധയാണ് വിശുദ്ധ സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്ത്. ഈ വിശുദ്ധ പശ്ചാത്തപിക്കുന്നവരുടെ മധ്യസ്ഥയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ പാപത്തിൽ വീണു പോകുന്ന വ്യക്തികളെ
ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയ ശക്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇതറിയാവുന്നത് കൊണ്ടാണ് സാത്താൻ ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം ചെല്ലാനുള്ള ആ മാധ്യസ്ഥത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നതും ജപമാല കുടുംബങ്ങളിൽ ചെല്ലാൻ പോലും പ്രേരിപ്പിക്കാതിരിക്കുന്നതും ജപമാലയോടുള്ള ഭക്തിയിൽ നിന്ന് ദൈവജനത്തെ പിന്നോട്ടടിക്കുന്നതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഇതാണ്. പിശാചിനറിയാം ഒരു ദൈവ പൈതൽ, പ്രത്യേകിച്ചും എത്ര വലിയ തഴക്കദോഷത്തിൽ കിടക്കുന്ന വ്യക്തിയാകട്ടെ, പാപബന്ധത്തിൽ കിടന്ന വ്യക്തിയാകട്ടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചാൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നറിയാം. ഇതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിശാച് നമ്മളിതിൽ തടസ്സപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് സ്നേഹബുദ്ധിയാ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പലരും ഇന്ന് പറയും കുടുംബ പ്രാർത്ഥനയൊന്നും വേണ്ട, ജപമാലയൊന്നും വേണ്ട, ഇതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. കുടുംബ പ്രാർത്ഥനയിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. അരമണിക്കൂറെങ്കിലും അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണേ. ആ കുടുംബത്തിൽ പെട്ടെന്നൊന്നും പിശാചിന് കാലെടുത്ത് കുത്താനാവില്ല. പ്രിയ മകനെ, മകളെ, നിന്റെ ജീവിതം ജപമാല കൊണ്ട് നീ ചുറ്റപ്പെട്ട ഒരു ജീവിതമാണെങ്കിൽ, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട ഒരു ജീവിതമാണെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ നിന്നെ പരിശുദ്ധ അമ്മ മറച്ചു പിടിച്ചുകൊള്ളും. പെട്ടെന്നൊന്നും പാപത്തിലും തിന്മയിലും വഴുതി വീഴാൻ തമ്പുരാൻ കർത്താവ് നിന്നെ അനുവദിക്കുകയില്ല. പറഞ്ഞ് ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, ഈ ഒരു റോസറി വാർ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ജപമാല നമ്മൾ ഇന്ന് ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, ഇതോടെ നിർത്തരുതേ മക്കളെ. ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടുതൽ അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു വാതിലാണ്. പെട്ടെന്ന് യേശുവിൻ്റെ അടുത്തെത്താനുള്ള എളുപ്പ വഴിയാണ്, കുറുക്ക് വഴിയാണ് ജപമാല പ്രാർത്ഥന എന്നുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷമേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യവും മാധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങും, ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയാൻ തുടങ്ങും. പിന്നീട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവ് നിറഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മറ്റുള്ളവർക്ക് യാതൊരു മടുപ്പും കൂടാതെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ കരുതാൻ പറ്റുന്ന രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ കരുതലിലൂടെ ഒന്ന് ഓർക്കണം, ഈ സമയത്ത് എത്തൊരു കരുതലുള്ള അമ്മയാ. ആ കാനായിലെ കല്യാണ വീട്ടിൽ ഒരാവശ്യം വന്നപ്പോൾ ആരും ഒന്നും പറയാതെ മകൻ്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എലീശ എന്ന് പറയുന്ന എലിസബത്ത് ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പരിശുദ്ധം നിറഞ്ഞ് ഓടിച്ചെന്ന് അവൾക്ക് വേണ്ടി സഹായം ചെയ്യാനുള്ള ഒരു നന്മ. ശിഷ്യന്മാർ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവർ ചിതറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ച് സെഹിയോൻ മാളികയിൽ 40 ദിവസം പ്രിയപ്പെട്ട സഹോദരൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ സഹായിച്ച പരിശുദ്ധ അമ്മ. നീ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് നിന്റെ ജീവിത പങ്കാളിയെ അല്പം കൂടി ഒന്ന് കരുതാൻ പറ്റും, നിന്റെ മക്കളെ അല്പം കൂടി ഒന്ന് നിനക്ക് സ്നേഹിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നിന്നെ തടസ്സപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും നിനക്ക് ജീവിതത്തിൽ തടസ്സം മാറ്റാൻ കാരണമാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ റോസറി വാറിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എപ്പോഴും അമ്മയുടെ മാധ്യസ്ഥം കുടുംബത്തിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ടതില്ല. അമ്മയുണ്ടെങ്കിൽ അവിടെ ഈശോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തുറന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ ദൈവസ്നേഹം കൊണ്ട് നിറയാൻ, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന
എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി പാടുക. ആരാധന ഉറക്കെ കൂടി. ആരാധന ആരാധന നാഥ ആരാധന. മനസ്സത് ഒരിക്കൽ കൂടി പാടുന്നു. ആരാധന ആരാധന നാഥ ആരാധന. ഹല്ലേലൂയ. ഗീതികളോടെ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഓ പ്രിയ ദൈവ പൈതലേ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പരമപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിലാണ്. അവിടുത്തെ പാടി ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യവും കടമയുമാണ്. അങ്ങേ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ഉന്നത ശക്തി നമ്മളിലേക്ക് വെളിപ്പെട്ട് കിട്ടും. ഓ ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മനസ്സ് തുറന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നാവിന്റെ കെട്ട് അഴിക്കണമേ, ബന്ധനം അഴിക്കണമേ. രണ്ട് കരകളെ ഉയർത്തി അതിനെ തുടർന്ന് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഇന്നും ജീവിക്കുന്ന സത്യ ദൈവമാണെന്നുള്ള ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കൈകളടിച്ച് കൈകൾ കൊട്ടി എല്ലാവരും ചേർന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പാടി ആരാധിക്കുന്നു. കൈകളടിച്ച് കൈകൾ കൊട്ടി ചേർന്ന് ചേർന്ന് എല്ലാവരും ചേർന്ന് മടുപ്പ് കൂടാതെ കൈയടിക്കട്ടെ. ചേർന്ന് ഉറക്കെ പാടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ ആമേൻ. ദൈവപിതാവിന് ആരാധന ദൈവപിതാവിന് ആരാധന ദൈവപിതാവിന് ആരാധന. ചേർന്ന് പാടാമോ? ദൈവപിതാവിന് ആരാധന ആരാധന ദൈവപിതാവിന് ആരാധന ആരാധന ദൈവപിതാവിന് ആരാധന ദൈവപിതാവിന് കൈകൾ ഉയർത്തി വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവായ ദൈവത്തെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിയടിച്ച് ഓ പുത്രനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിക്കുന്ന് രക്തം ചിന്തി മരിച്ച് ഞങ്ങളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിച്ച നല്ല തമ്പുരാനെ, പുത്രനായ യേശുവിനെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. കരങ്ങളടിച്ച് കൈകൾ കൊട്ടി. യേശുനാഥന് ആരാധന ആരാധന യേശുനാഥന് ആരാധന ആരാധന യേശുനാഥന് ആരാധന ആരാധന യേശുനാഥന് ആരാധന. എല്ലാവരും ചേർന്ന് യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന യേശുനാഥന്. കൈകൾ ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കൈകൾ താഴ്ത്തിയടിച്ച് ഇരുവശങ്ങളിലേക്കും കൈകളടിച്ച് ദൈവജനം ദൈവത്തെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രത്യേക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കൈകളടിച്ച് കൈകൾ കൊട്ടി ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന് ആരാധന പരിശുദ്ധാത്മാവിന് ആരാധന പരിശുദ്ധാത്മാവിന് ആരാധന പരിശുദ്ധാത്മാവിന് ആരാധന. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവിന് ആരാധന പരിശുദ്ധാത്മാവിന് ആരാധന പരിശുദ്ധാത്മാവിന് ആരാധന പരിശുദ്ധാത്മാവിന് ഉയർത്തി വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Glory glory. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിയടിച്ച് കരങ്ങൾ കൊട്ടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ആമേൻ. Glory. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് ഒറ്റ വിളി, യേശുവേ. ഓ ജീസസ്. ഹല 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 ഹല. കർത്താവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കും മക്കളെ. ദൈവത്തിന്റെ വലിയ കൃപയൊഴുകട്ടെ. നിന്റെ കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന അടിമച്ചങ്ങലകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തകർന്ന് വീഴട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, സാത്താന്യ ശക്തികൾ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടകലട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം. സ്നേഹമുള്ളവരെ, നമ്മൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ കാക്കുവാൻ, മറ്റുള്ളവരെ കുറിച്ച് അല്പം കൂടിയൊക്കെ കരുതലുള്ളവരായി നമ്മളെ മാറ്റുന്ന പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന വലിയ പാഠമാണത്. നമ്മളൊക്കെ നല്ല മനുഷ്യരായാണ്. നമ്മളോട് ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ചാൽ ഒരു സഹായം ചെയ്യാൻ നമ്മൾ മടി കാണിക്കാറില്ല. എങ്കിലും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു അഭിഷേകം അത് പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ പറ്റൂ. എൻ്റെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ നിനക്ക് സാധിക്കണം. സ്നേഹം ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പല കുടുംബ ബന്ധങ്ങളും തകരാൻ കാരണം ആ സ്നേഹം സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും പുറത്ത് കാണാത്തത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മ വെറുതെ സ്നേഹിക്കുന്നവളായിരുന്നില്ല, ആ സ്നേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയവളായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ ചാർച്ചക്കാരിയായ എലിശ ഗർഭിണിയായ വിവരം കേട്ട മാത്രയിൽ തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് ഓടിച്ചെന്ന് അവളെ 6 മാസക്കാലം സഹായിക്കാൻ ആ അമ്മയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അത് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടടുത്ത ഒരു കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായപ്പോൾ അപമാന ഭാരം പേറി കുടുംബജീവിതം തുടങ്ങേണ്ടി വരുമായിരുന്ന ഒരു ദമ്പതിമാരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആരോടും ഒന്നും പറയാതെ ആ അമ്മ വന്ന് തൻ്റെ പ്രിയ മകനോട് പറഞ്ഞ് ആ കുറവുകളെ മാറ്റാൻ തക്ക വിധം അത്ഭുതം പ്രവർത്തിപ്പിച്ചില്ലേ? പരിശുദ്ധ അമ്മ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ഒരിക്കൽ പോലും യേശുവിൻ്റെ മുമ്പിൽ പ്രശസ്തി നേടാനോ കയ്യടി വാങ്ങിക്കാനോ ഒന്നും നിൽക്കാതെ മാറി നിന്ന് നിശബ്ദരായി അവൾ തൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ 4 പേർ അറിയണം, പത്രങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ് നമ്മളിൽ പലർക്കും. ജീവിത പങ്കാളിയെ കരുതാൻ, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ, മക്കളെ മനസ്സിലാക്കാൻ, മാതാപിതാക്കളെ മനസ്സിലാക്കാൻ, നമുക്ക് വേണ്ടി ചോര നീരാക്കിയ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കരിവേപ്പില പോലെ ഒരിടത്തേക്ക് വലിച്ചെറിയാതെ അവരെ ഒന്ന് കരുതാനൊക്കെ പറ്റണമെങ്കിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വേണം. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളുമാണ് സ്വർഗത്തിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്നതെന്ന് ഓർക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു അത് തന്നെയല്ലേ അന്ത്യവിധി പഠിപ്പിച്ചത്? ഈ ചെറിയവരിലൊരുവൻ നീ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരുന്നത്, ഇവർക്ക് ചെയ്തു കൊടുക്കാതിരുന്നപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത്. അതേ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ റഫായേലിൻ്റെയും ഒക്കെ പ്രത്യേക പ്രാർത്ഥനാ സഹായം ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തെ തകർക്കുന്ന സാത്താന്യ ശക്തികളെ തകർക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്വർഗീയ ദൂതുമായി ഗബ്രിയേൽ ദൈവദൂത കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അഴിക്കണമേ. ഓ ദൈവമേ, ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം അംഗീകരിക്കാൻ, പരസ്പരം മനസ്സിലാക്കുവാൻ, നന്മ ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കാൻ ഓ ദൈവമേ കൃപ നൽകണമേ. കുടുംബത്തിലുള്ള കലഹത്തിൻ്റെ, വഴക്കിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ എല്ലാ അന്ധകാര ശക്തികളും ഈ ആരാധനാ വേളയിൽ എന്നേക്കുമായി നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തെ സന്തോഷം നിറയട്ടെ മക്കളെ, ഹൃദയത്തെ സമാധാനം നിറയട്ടെ. യേശുവിൻ്റെ മക്കളായി ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, മറ്റൊരു മുമ്പിൽ മാതൃകകളായി ജീവിക്കാൻ തക്ക വിധം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. 2 കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ കലഹം, വഴക്ക്, വിദ്വേഷം, വൈരാഗ്യം കർത്താവേ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അഹങ്കാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എളിമയോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ തക്ക വിധം കർത്താവേ കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുഖ്യദൂതനായ മിഖായേലേ, ദൈവദൂതന്മാരെ ഞങ്ങളുടെ അകമ്പടി സേവിച്ച് കടന്നു വരണമേ.
ദൈവമേ. അനേക വൃന്ദം മാലാഖമാർ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ കുടുംബത്തിന് കോട്ട കെട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് കൈകൾ കൊട്ടി ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഓ മുഖ്യദൂത മിഖായേലേ, കൈകളടിച്ച് കൈകൾ കൊട്ടി. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. ഗ്ലോറി, ഗ്ലോറി. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ എന്നും. ഹല്ലേലൂയ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ എന്നും. ഓ ഗ്ലോറി. എന്റെ കാവൽ മാലാഖേ, ഉണർന്നെഴുന്നേൽക്കൂ. കാവൽ മാലാഖമാരേ, സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. ഗ്ലോറി, ഗ്ലോറി. എന്റെ കാവൽ മാലാഖേ, ഉണർന്നെഴുന്നേൽക്കൂ. ആമേൻ, ആമേൻ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ, കാവൽ നിൽക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള കുടുംബത്തെ തകർക്കാൻ സാത്താൻ ഒരുക്കുന്ന സകല കെണികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ കൊന്ത നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിൽ ജപമാല ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജപമാല കരങ്ങളിലെടുത്ത് ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി ഈ കൊന്ത നമസ്കാരത്തിൽ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹം നിറയട്ടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥാ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ.
അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവരുടെ മിഴികളിൽ നിന്ന് അവിടുന്ന് മിഴിനീർ തുടച്ചു മാറ്റും. ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളോട് കൂടെ വസിക്കുന്ന ഞങ്ങളുടെ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു ചെന്ന് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഈശോയെ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രക്ഷ പകർന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്കും ഞങ്ങളുടെ അസ്വസ്ഥതകളിലേക്കും ഭാരങ്ങളിലേക്കും കണ്ണുനീരിലേക്കും അവിടുന്ന് കടന്നു വരണമേ. അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായി നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് മുമ്പിലേക്ക് നമുക്കിപ്പോൾ ചേർത്ത് വെക്കാം. ഇതാ ഈശോ നമ്മുടെ അരികിലുണ്ട്. ഇതാ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് നമ്മോട് ചേർന്ന് വസിക്കുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. ജീവിതത്തെ മുഴുവനും ഈശോയുടെ തിരുസന്നിധിയിലേക്ക്, നമുക്ക് വേണ്ടി നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ആ നാഥന്റെ തിരുമുമ്പിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ആരാധിക്കാം. സർവശക്തിയോടെ ആരാധിക്കാം. സ്വരമുയർത്തി ആരാധിക്കാം. യേശുവേ, അങ്ങന്റെ രക്ഷകനാകുന്നു, അങ്ങന്റെ നാഥനാകുന്നു, അങ്ങന്റെ സർവസ്വവുമാകുന്നു. ഈശോയെ, ഞങ്ങൾ ഇത് അങ്ങേ ആരാധിക്കുന്നു. ഹൃദയപൂർവ്വം നമുക്ക് ആരാധിക്കാം. യേശുവിനെ വിളിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. അവിടുന്ന് നമ്മുടെ നാഥനാണ്. അവിടുന്ന് നമ്മുടെ സർവ്വസ്വമാണ്. നമ്മൾ അവിടുത്തെ ആരാധിക്കുന്നു. നമ്മൾ അവിടുത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. ഞാൻ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും
യേശു. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോയെ നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൽ കാണാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഉയർത്താം. നമ്മുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ നമ്മുടെ ജീവിതങ്ങളുണ്ട്, നമ്മുടെ ദുഃഖങ്ങളുണ്ട്, നമ്മുടെ വേദനകളുണ്ട്, നാം സർവ്വസ്വവുമുണ്ട്. ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കുകയാ. ഈശോയെ നമ്മൾ ആരാധിക്കുകയാ. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നുവെന്ന് നമ്മൾ വീണ്ടും കർത്താവിനോട് പറയുക. ഹല്ലേലൂയ, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, ഈശോയെ കരങ്ങൾ ഉയർത്തി നമ്മുടെ സർവ്വം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ആരാധിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ചേർന്ന് ആരാധിക്കാം. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുനാഥ. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല അർപ്പിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളും എല്ലാം നമ്മൾ ഈ ജപമാലയിൽ സമർപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ ജപമാലയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സമർപ്പിക്കുന്നത് ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാക്കളെയും ദിവ്യകാരുണ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ പാപികളുടെ സങ്കേതമാണ്. പരിശുദ്ധ അമ്മ എല്ലാ ആത്മാക്കളുടെയും രക്ഷകയാണ്, സഹരക്ഷകയാണ്. ഈശോയോട് കൂടെ രക്ഷാകര ദൗത്യത്തിൽ സഹരക്ഷകയായി അവളുണ്ട്. നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകം മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുന്ന സകല ആത്മാക്കളെയും ചേർത്ത് വെക്കാം. എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നാം ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ ഓരോ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അമ്മ നമ്മെ സഹായിക്കും. അതിനാൽ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ജപമാലയിലൂടെ നാം കടന്നു പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക്. അമ്മ വഴി സ്വർഗത്തിലേക്ക് എല്ലാ ആത്മാക്കളെയും, നശിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സകല ആത്മാക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ, ത്യാഗത്തോടെ ഈ ജപമാലയിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രവേശിക്കാം. അമലോത്ഭവയാം നാഥേ, അടിയങ്ങൾക്കെന്നും തായേ. അമലോത്ഭവയാനാഥേ, അടിയങ്ങൾക്കെന്നും തായേ. ഇരുൾ വീഴുമെൻ വഴിത്താരയിലെന്നും ദീപം തെളിക്കുന്നൊരമ്മേ, സ്നേഹം തിരയ്ക്കുന്നൊരമ്മേ. ഇരുൾ വീഴുമെൻ വഴിത്താരയിലെന്നും ദീപം തെളിക്കുന്നൊരമ്മേ, സ്നേഹം നിറയ്ക്കുന്നൊരമ്മേ. ഇതാ എൻ്റെ അമ്മ, ഇതാ
ഇതാ എൻ്റെ അമ്മ സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. അമ്മേ എന്നു വിളിക്കുമ്പോ അലിവോടെ നീ അതു കേൾക്കുന്നു. ആശ്വാസമില്ലാതലയുമ്പോ അരികിലായി നീ അണഞ്ഞിടുന്നു. അമ്മേ എന്നു വിളിക്കുമ്പോൾ അലിവോടെ നീ അതു കേൾക്കുന്നു. ആശ്വാസമില്ലാതലയുമ്പോൾ അരികിലായി നീ അണഞ്ഞിടുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോടു ചേർക്കുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോടു ചേർക്കുന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. സഹനങ്ങളാൽ മനം തകരുമ്പോ തണലായി നീ തുണയേകുന്നു. പ്രിയരെല്ലാം എന്നെ പിരിയുമ്പോ താങ്ങായി നീ കൂടെ നിൽക്കുന്നു. സഹനങ്ങളാൽ മനം തകരുമ്പോൾ തണലായി നീ തുണയേകുന്നു. പ്രിയരെല്ലാം എന്നെ പിരിയുമ്പോൾ താങ്ങായി നീ കൂടെ നിൽക്കുന്നു. സാന്ത്വനമേകി ചുംബനമേകി എന്നെ നെഞ്ചോടു ചേർക്കുന്നു. സാന്ത്വനമേകി ചുംബനമേകി എന്നെ നെഞ്ചോടു ചേർക്കുന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഹ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായിക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദിവ്യകാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രമേ തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പ്, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനനാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനു മാതാവേ, രക്ഷകനൂഴിലംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിധരാം നിർമ്മല മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാ കന്യകയേ, വിശ്രുതയാ സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പനിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമ
മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലർകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമേ എന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി ശ്ലീഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി വന്ദകനിരയുടെ രാജ്ഞി രക്താംഗിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണിയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോധികളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദുരിതത്തെ അനുഗ്രഹമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാമറിയമേ, ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യയുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചൊല്ലി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട്
അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമോ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.